നമസ്കാരം. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരന്മാർ വേട്ടപ്പട്ടികളെപ്പോലെ ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് അകത്ത് കിടന്ന് 1250 പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്ത സമയത്ത് അന്ന് ആ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ടെൽ അവീവിൽ ഒരു ഹോസ്റ്റേജ് സ്ക്വയർ തുടങ്ങി വെച്ചു. ഹോസ്റ്റേജസിനെ കിട്ടുന്നത് വരെ തങ്ങളുടെ പ്രാർത്ഥനയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോസ്റ്റേജ് സ്ക്വയർ അവർ ടെൽ അവീവിൽ സൃഷ്ടിച്ചു. ആ ഹോസ്റ്റേജ് സ്ക്വയറിൽ അന്ന് അവരൊരു ക്ലോക്ക് സ്ഥാപിച്ചു. ആ ക്ലോക്ക് അവരതിന് മുൻപ് നിൽക്കുകയാണ്. തങ്ങളുടെ ബന്ധുക്കളെ, നഷ്ടപ്പെട്ട ബന്ധുക്കളെ തിരിച്ചു കിട്ടുന്നത് വരെ, അത് ജീവനോടെയോ അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ടോ തിരിച്ചു കിട്ടുന്നത് വരെ തങ്ങളിവിടെ തിരിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോസ്റ്റേജ് സ്ക്വയറിൽ സ്ഥിരമായി ഈ ബന്ദികളാക്കപ്പെട്ട മനുഷ്യരുടെ ബന്ധുക്കൾ ഒരു സമരം പോലെ അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം പോലെ ഒരു പരിപാടിയോടെ സ്റ്റാർട്ട് ചെയ്തു. ആ ക്ലോക്ക് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ജനുവരി 26 ആ ക്ലോക്ക് അവർ ഓഫ് ചെയ്തു. കാരണം അപ്പോഴേക്കും 843 ദിവസങ്ങളും 12 മണിക്കൂറും 6 മിനിറ്റുമായിരുന്നു. അവരുടെ അവസാനത്തെ ബന്ദിയായിരുന്ന, അന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയതിൽ അവർക്ക് ലഭിക്കാതെ പോയ ഏറ്റവും അവസാനത്തെ ബന്ദിയായിരുന്ന റാൻവിലി എന്ന് പറയുന്ന പോലീസുകാരൻ്റെ, ചെറുപ്പക്കാരനായ പോലീസുകാരൻ, 24 വയസ്സുകാരൻ, അവൻ്റെ ശവശരീരവും ആ അവസാനത്തെ ഡെഡ് ബോഡിയും തിരിച്ചു കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാവുന്ന 251 പേരാണ് അന്ന് ബന്ദികളാക്കപ്പെട്ടത്. അതിൽ 168 പേരെ ജീവനോടെ ഹമാസ് തിരിച്ചു നൽകി. 84 പേരെ ശവശരീരങ്ങളായിട്ടാണ് തിരിച്ചു നൽകിയത്. അപ്പോൾ ഇതിലെ ബെൻഗ്വിലി ഒക്കെ അന്ന് വളരെ ധീരനായ ചെറുപ്പക്കാരാണ്. അദ്ദേഹം ഒരു പോലീസുകാരനാണ്. പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്വാഡുണ്ട്. ആ സ്പെഷ്യൽ സ്ക്വാഡിൽ പെടുന്ന ആളാണ്. ഈ ഒക്ടോബർ 2023 ഇദ്ദേഹം മെഡിക്കൽ ലീവിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ബോണിന് ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ട് അദ്ദേഹം ലീവിലായിരുന്നു. ആ സമയത്താണ് ഈ ഹമാസ് ഭീകരർ ഈ വേലി തകർത്ത് അകത്തേക്ക് വരുന്നതും പോലീസുകാർ അവരുടെ നേരെ ഗ്രൂപ്പായിട്ട് ആക്രമിക്കുന്നു. ഇദ്ദേഹവും ഈ ലീവിലായിരുന്ന ആളും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ പരിക്ക് വകവയ്ക്കാതെ തൻ്റെ കയ്യിലുള്ള തോക്കുമായി, മെഷീൻ ഗണ്ണുമായി അദ്ദേഹവും പുറത്തിയാടുന്നു. ഇവരെ ചെറുക്കുന്നു. ഈ ഓപ്പറേഷനിടയിലൂടെ അദ്ദേഹത്തിന് 2 വെടിയേൽക്കുന്നുണ്ടെങ്കിലും 14 ഭീകരരെ വധിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് ഇസ്രായേൽ കടന്നു കയറിയ പാലസ്തീനികളിൽ എത്ര പേർ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ യാതൊരു കഥയും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. അന്ന് ഏകദേശം 6000-നും 5000-നും 7000-നും ഇടയിൽ പാലസ്തീനികൾ ഇസ്രായേൽ പ്രവേശിച്ചിട്ടുണ്ട്. 3 വേവായിട്ടാണ് ഇവർ വന്നത്. ആദ്യം വന്നവർ വേലിയൊക്കെ തകർത്ത അകത്ത് കടന്നവരും, രണ്ടാമത് വന്നത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമായി വന്നവരും, മൂന്നാമത് വന്നവർ ആയുധങ്ങളില്ലാത്തവരാണ്. അവർ റേപ്പും കൊള്ളയും നടത്താൻ വേണ്ടി വന്നവരുമായിരുന്നു. ഇതിനകത്ത് നിന്ന് എത്ര പേരെ കൊല്ലാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. എത്ര പേരെ പിടിക്കാൻ സാധിച്ചു എന്നും പറഞ്ഞിട്ടില്ല. ഈ ബന്ദികളെ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായി ഏകദേശം 5000-ഓളം ആളുകളെ, 200 ഡെഡ് ബോഡികളടക്കം ഇസ്രായേൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൃത്യമായൊരു കണക്ക് ഇസ്രായേൽ ഒരിക്കലും പുറത്തു വിട്ടില്ല. അവർ എത്ര പേരെ അവിടെ ഇട്ട് കൊന്നു, എത്ര പേരെ അവർക്ക് പിടിക്കാൻ കിട്ടി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കഥയും അവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പം അന്ന് കൊണ്ടുപോയ 251 ആളുകളിൽ ഈ വിവിധ പല സ്ലോട്ടുകളായിട്ടാണ് അവർ റിലീസ് ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാം. പലപ്പോഴും പല സീസ് ഫയറുകളുടെ ഭാഗമായി വിടുകയും അവസാനം ട്രംപ് പ്ലാനിൻ്റെ ഭാഗമായി ബാക്കിയുള്ള 47 പേരെ തിരിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുകയും അങ്ങനെ ഇവർ നോക്കി ഓരോ ഡെഡ് ബോഡിയും കാണാനില്ല എന്ന് പറഞ്ഞ് വൈകിപ്പിച്ച് കാരണം ഇവരെ സംബന്ധിച്ച് സ്റ്റേജ് 2 കടക്കാൻ നമുക്ക് താല്പര്യമില്ല. ആ പീസ് പ്ലാനിൻ്റെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഈ ബന്ദികളെ തിരിച്ചു കൊടുക്കലാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഗാസയാണ്. അപ്പോൾ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പോകും. അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് കടക്കാതെ എങ്ങനെയെങ്കിലും ഈ ഫസ്റ്റ് സ്റ്റേജ് വലിച്ചു നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഹമാസ് എടുത്ത തന്ത്രം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ബന്ധികളെ തിരിച്ചു കിട്ടുക എന്നുള്ളത് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അവരെ സംബന്ധിച്ച് ഈ യുദ്ധത്തിലെ ജയത്തിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ബന്ധികളെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഈ ഹോസ്റ്റേജ് സ്ക്വയറിലെ ക്ലോക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ബന്ധികളെ തിരിച്ചു കിട്ടാതെ ആ ക്ലോക്ക് നിൽക്കുകയില്ല. ഇസ്രായേലിലെ ഹൃദയങ്ങളുടെ അതിമിടിപ്പ് അവസാനിക്കുകയില്ല. അങ്ങനെ അവർ എല്ലാ ശവശരീരം 83 ശവശരീരം കൊടുത്തു, ഒരെണ്ണം മാത്രം ഞങ്ങൾക്ക് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തില്ല. അത് ഈ ബെൻഗുരിയുടെ
റാൻ ഗിലിയുടെ ശവശരീരമാണ്. പക്ഷേ ഈ ഷിൻബെറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു മൊസാദ് പോലത്തെ തന്നെ ഒരു ചാരസംഘടന ഷിൻബെറ്റ്, അവർ രാജ്യത്തിനകത്തുള്ള അതുപോലെ രാജ്യത്തിനകത്തും ഗാസയിലുമുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ചാരസംഘടനയാണ്. അങ്ങനെ ആ ചാരസംഘടനയ്ക്ക് ഒരു ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒരു പ്രവർത്തകരെ പിടുത്തം കിട്ടി. ആ ഇസ്ലാമിക് ജിഹാദിൻ്റെ പ്രവർത്തകരെ അവന് വേണ്ട വിധമുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം അവനിൽ നിന്നാണ് ഈ ബെൻഗൂരിയുടെ ഡെഡ് ബോഡി എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് സൂചന കിട്ടുന്നത്. അതൊരു പബ്ലിക് ഗ്രേവ് യാർഡിലായി ഉണ്ടായിരുന്നത്. ഈ ഖാൻ യൂനിസിനോട് അടുത്തുള്ള ഒരു പബ്ലിക് ഗ്രേവ് യാർഡിൽ അവിടെ 10,000-ഓളം ശവങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഗാസ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മരിച്ച 70,000-ലധികം ആളുകളാണ് ഇപ്പോൾ ഗാസയിൽ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഖാൻ യൂനിസിലൊക്കെയാണ് പ്രധാനമായിട്ടും മരണങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ 10,000-ഓളം ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ മൂടപ്പെട്ട ഈ സ്ട്രക്ചറുകളൊക്കെ തകർന്നു വീണ് അടിയിലായി പോയി അങ്ങനെ ആകപ്പെട്ട സ്ഥലത്ത് ഒരു ഗ്രേവ് യാർഡിലാണ് ഇതുള്ളത് എന്നൊരു വിവരം കിട്ടി. അപ്പോൾ അതിന് കൃത്യമായ ഒരു ലൊക്കേഷൻ കിട്ടില്ല, ഏകദേശം ഒരു ലൊക്കേഷനാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അത് ഹമാസിൻ്റെ കയ്യിലുള്ള പ്രദേശമാണ്. യെല്ലോ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗാസയെ ഇപ്പോൾ രണ്ടായിട്ട് വേർതിരിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതിൽ 53% ഏരിയ യെല്ലോ ലൈനിൻ്റെ കിഴക്ക് വശം അത് ഇസ്രായേലിൻ്റെ സ്വന്തം അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് പാലസ്തീനികളില്ല. അതിൻ്റെ പടിഞ്ഞാറ് വശം ദാറ്റ് മീൻസ് 47% ഏരിയയാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലാണ് ഈ പറഞ്ഞ ഗ്രേവ് യാർഡ് ഉള്ളത്. ഹമാസ് സഹകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ബോഡി എടുക്കാൻ വേണ്ടി അവരുടെ ഭാഗത്ത് വർച്വലി ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. അപ്പം ഇസ്രായേൽ പരിപൂർണമായ മിലിറ്ററി സന്നാഹത്തോടെ ഈ പ്രദേശത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. ഗാസയുടെ പ്രദേശത്തേക്ക് അവർ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ടാങ്കുകളും കവചിത വാഹനങ്ങളും റോബോട്ടുകളും, എക്സ്പ്ലോസീവ് റോബോട്ട്സ് എന്നാണ് അൽ ജസീറ വിശേഷിപ്പിക്കുന്നത്. അതായത് ആരെങ്കിലും അടുത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് റോബോട്ടുകളും ഒക്കെ ആയിട്ട് അവർ ഈ പ്രദേശത്തേക്ക് വരികയും അവിടെ ഒരു കില്ലിംഗ് സോൺ എന്ന് പറഞ്ഞാൽ അവർ ഈ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചൊരു ഏരിയ മാർക്ക് ചെയ്ത് ഗ്രേവ് യാർഡിന് ചുറ്റും, അതിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കടന്നാൽ സംസാരമൊന്നുമില്ല, ബുള്ളറ്റ് മാത്രം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വരികയും അവരുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ, IDF-ൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ഗ്രേവ് യാർഡുകൾ തുറക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഏകദേശം 250-ഓളം ഗ്രേവ് യാർഡുകൾ മാന്തി തുറന്ന് ഡെന്റിസ്റ്റുകൾ ആദ്യം പല്ലാണ് മാച്ച് ചെയ്ത് നോക്കുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങുക. ഏറ്റവും എളുപ്പത്തിൽ ആദ്യം ഒരു ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഗം പല്ലുകൾ മാച്ച് ചെയ്ത് നോക്കുക. എക്സ്റേ വെച്ചിട്ട് പല്ലുകൾ മാച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് സാമ്യം തോന്നുന്നത് മാത്രമാണ് DNA പരിശോധനയ്ക്ക്. ഈ DNA പരിശോധനയ്ക്ക് ആവശ്യമായ ലബോറട്ടറി സൗകര്യങ്ങളും ഇവർ ആ ഗ്രേവ് യാർഡിൽ തന്നെ ഒരുക്കിയിരുന്നു. അങ്ങനെ 250 ഡെഡ് ബോഡികൾ മാന്തി എടുത്തതിൽ നിന്നാണ് ഈ റാൻ ഗുലിയുടെ ബോഡി അവർക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചത്. അവരെ സംബന്ധിച്ച് വലിയ സായുജ്യത്തിൻ്റെ നിമിഷമായിരുന്നു. കാരണം രാജ്യം മുഴുവൻ കാത്തിരുന്ന ആ ഒരു വലിയ പ്രോസസ്സിൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ അന്ത്യമാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ റാൻഗുലിയുടെ ബോഡി ഇത് കുഴിച്ചെടുക്കുന്ന സമയത്ത് അവിടെ പ്രദേശവാസികൾ, പാലസ്തീനികൾ പലതരത്തിലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം അവരുടെ ആളുകൾ ഡെഡ് ബോഡികളെ മാന്തി പുറത്തെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു മുന്നേറ്റത്തിന് രീതി വെച്ച് അവർ മുന്നും പിന്നും നോക്കുന്ന ആളുകളല്ല. അവരെ സംബന്ധിച്ച് ആർക്കെങ്കിലും നോവുന്ന അവർക്ക് വിഷയമല്ല. അവരെ ഉപദ്രവിച്ചവരെ അവർ നിശ്ചയമായും തിരിച്ചു ഉപദ്രവിക്കും. കാരണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ് അവരുടെ യഹോവ അവരെ പഠിപ്പിച്ചുള്ള പ്രമാണം. അപ്പോൾ ആ പ്രമാണം അനുസരിച്ചാണ് അവർ ചെയ്യുക. അപ്പോൾ അവർ ഈ ഡെഡ് ബോഡികളൊക്കെ മാന്തി പുറത്തെടുത്ത് അതിനകത്തുനിന്ന് അവർക്ക് വേണ്ട ഈ ഡെഡ് ബോഡി സംഘടിപ്പിച്ച് അവർ അത് എയർലിഫ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നീട് ഇവർ പറയുന്നുണ്ട്, ഇവർ ഈ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് 4 പാലസ്തീനികൾ വെടിയേറ്റ് മരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അൽ ജസീറ വലിയൊരു ലേഖനമൊക്കെ എഴുതി നിലവിളിക്കുന്നുണ്ട്. തങ്ങളുടെ ആളുകളോട് യാതൊരു പരിഗണനയും കാണിച്ചില്ല. ഈ 10,000-കണക്കിന് ആളുകൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല. ഇവർ 250 ശവശരീരങ്ങൾ മാന്തി എടുത്തതിനോട് യാതൊരു റെസ്പെക്റ്റും കാണിച്ചിട്ടില്ല. തിരിച്ച് അവർ JCB കൊണ്ട് തന്നെ മണ്ണിട്ട് കുഴിച്ചു മൂടി, ചിലത് മുഴുവൻ മൂടിയിട്ടില്ല. ആ രീതിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു കരയുണ്ട്. അപ്പോൾ വലിയ അനീതിയാണ്, ലോകം ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെയാണ് അൽ ജസീറ പറയുന്നത്. ലോകം എന്തിനു പ്രതികരിക്കണം? എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്? ഇതിൻ്റെ കഥ എന്താണ്? 2023 ഒക്ടോബർ 7 ആ ഇസ്രായേലിൻ്റെ വേലികൾ ഭേദിച്ച് ഇസ്രായേലിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യരെ പോയി കൊല്ലാനും ആളുകളെ എടുത്തുകൊണ്ട് പോകാനും റേപ്പ് ചെയ്യാനും കൊള്ളയടിക്കാനും ആരെങ്കിലും ഇവരോട് ആവശ്യപ്പെട്ടു? അവർ കടന്നൽ കൂട്ടിക്കൊണ്ട് കൈയിട്ടിട്ട് കുത്തി കിട്ടിയെന്ന് പറഞ്ഞ് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്രായേൽ ആരാണെന്ന് അറിയാത്തവരാരാണ് ലോകത്തിലുള്ളത്? അവരെ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ചെന്താ കിട്ടുക എന്നുള്ളത് 3 യുദ്ധങ്ങളിലൂടെ 48, 56, 67 യുദ്ധങ്ങളിലൂടെ അവരത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്.
ഓരോ യുദ്ധത്തിലും നല്ല പാഠങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ 2023 അവിടെ കയറി 1250 ആളുകളെ വധിക്കുകയും 250 ബന്ദികളെ കൊണ്ടുപോവുകയും ചെയ്തതിന്റെ പേരിൽ പാലസ്തീനിൽ കൊല്ലപ്പെട്ടത് 71,000-ലധികം ആളുകളാണ്. അവിടെ പരിക്കേറ്റത് ഏകദേശം 1.5 ലക്ഷം ആളുകൾക്കാണ്. പരിക്കേറ്റവർ ഭൂരിഭാഗവും അംഗഭംഗം വന്നവരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു 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 സ്വന്തം ദേശത്തേക്ക് വിനാശത്തെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇപ്പോഴും ഈ കൂട്ടർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നേരത്തെ നമ്മൾക്ക് അറിയാവുന്നതുപോലെ അപ്പോൾ IDF സർവ്വസന്നാഹങ്ങളോടെ കടക്കുന്നു. യെല്ലോ ലൈനിൻ്റെ അപ്പുറത്ത് പോയി അവർക്ക് ആവശ്യമുള്ള കാര്യം സാധിച്ച് അവർ തിരിച്ചു വരുന്നു. അവരിപ്പം യെല്ലോ ലൈനിൻ്റെ ഇപ്പുറത്ത് തന്നെയാണുള്ളത്. അവർ വിഡ്രോ ചെയ്ത് വന്നു. അപ്പോൾ ഇനി ഇന്ന് നെതന്യാഹുവിൻ്റെ പത്രസമ്മേളനമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ് ജനത്തിന് കൊടുത്ത പ്രോമിസ് അത് ഞങ്ങൾ പൂർത്തിയാക്കി. ഈ ഹോസ്റ്റേജ് സ്ക്വയറിലെ ഈ ക്ലോക്ക് അവർ 843 ദിവസവും 12 മണിക്കൂറും 5 മിനിറ്റും 45 സെക്കൻഡും, ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 6 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആ ക്ലോക്ക് അവർ ഓഫാക്കി. അപ്പോൾ ഒരു രാജ്യം മുഴുവൻ എത്ര താല്പര്യത്തോടെയാണ് അവരുടെ ഓരോ പൗരന് വേണ്ടിയും, ഏറ്റവും ചുരുങ്ങിയത് ആ പൗരൻ്റെ ശാരീരിക അവശിഷ്ടങ്ങളെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടിയും കാത്തിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട, ചരിത്രം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. തങ്ങളുടെ രാജ്യത്തെ ഓരോ പൗരനെയും ആ രാജ്യം എത്ര വില പിടിച്ചതായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. നേരെ മറിച്ച് ഹമാസ് ചെയ്തതോ, അവരുടെ നാട്ടിലേക്ക് വരുന്ന ഇസ്രായേൽ ഭടന്മാരെ ചെറുക്കാൻ അവർ ചെയ്തത് അവരുടെ കുഞ്ഞുങ്ങളെ, 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് മുൻപിൽ പിടിച്ച് പീരങ്കി ഉണ്ടകൾക്ക് ഷീൽഡ് തീർക്കാൻ ശ്രമിച്ചവരാണ് അവർ. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും യുദ്ധമുഖത്ത് കൊണ്ടു നിർത്തി വേലികെട്ടാൻ ശ്രമിച്ചവരാണ് അവർ. അപ്പോൾ വരുന്ന വെടിയുണ്ടകൾ തങ്ങളുടെ പൗരന്മാർക്ക് ഏൽക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തവരാണ്. അവരുടെ അവിവേകം കൊണ്ട് 71,000-ലധികം ആളുകൾക്ക് അവരുടെ പ്രവിശ്യയിലെ ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ്. അവർ ഐഡന്റിറ്റി പോലും ഇല്ലാതെ മണ്ണിനടിയിൽ കിടക്കുകയാണ്. ഇവർ തന്നെ കരയുന്നു, ഐഡന്റിറ്റി പോലും ഇല്ലാതെ കിടക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തിലധികം ആളുകൾ അംഗഭംഗം വന്നവരായി, ജീവിതത്തിന് സർവ്വ ക്വാളിറ്റിയെ നഷ്ടപ്പെട്ടവരായി. തങ്ങളുടെ പൗരന്മാരെക്കുറിച്ച്, തങ്ങളുടെ ജനത്തെക്കുറിച്ച് ഇതുപോലെ പരിഗണനയില്ലാത്തൊരു സമൂഹം ലോകത്തിൽ വേറെ ഇല്ല എന്ന് മനസ്സിലാക്കണം. അവർ എത്രയും ഹ്യൂമൻ ലൈഫുകൾ സ്പെയർ ചെയ്യാൻ തയ്യാറാണ്. നേരെ മറിച്ച് ഇസ്രായേൽ അവരുടെ ഓരോ ജീവനെയും, ഓരോ ജൂതന്റെയും അല്ലെങ്കിൽ അവരുടെ ഓരോ പൗരന്റെയും, ജൂതൻ എന്ന് പറയേണ്ട, അവരുടെ രാജ്യത്ത് പൗരന്മാരുണ്ട്, ഓരോ പൗരന്റെയും, അവിടെ ഈ പിടിച്ചുകൊണ്ട് പോയപ്പെട്ടവരിൽ പലരും ഇസ്രായേൽ പൗരന്മാരായിരുന്നില്ല. അവരുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വന്ന ആളുകളടക്കമുള്ള മറ്റു രാജ്യങ്ങളിലെ ആളുകളെ കൊണ്ടുവരുന്നു. ഒരേ മൂല്യത്തോടെയാണ് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയ ഓരോ മനുഷ്യ ജീവനെയും ഒരേ മൂല്യത്തോടെയാണ്, വളരെ ബഹുമാനത്തോടെയാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ഓർക്കണം. അപ്പം ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ അവിടെ ട്രംപിന്റെ നേതൃത്വത്തിൽ മറ്റേ പുതിയ ഭരണം ഉണ്ടാക്കാനോ ഒക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, ഖത്തറിലെയോ അല്ലെങ്കിൽ ടർക്കിയിലെയോ ഒരു ബൂട്ട് ഗാസയിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ട്രംപ് പറയുന്നുണ്ടല്ലോ ഖത്തറിൻ്റെയും പിന്നെ ടർക്കിയുടെയും ഒക്കെ ആളുകളെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ പുതിയ ഗവൺമെന്റ്, ഇന്റർനാഷണൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നത് പറയുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്രംപിന് വളരെ വ്യക്തമായി അറിയുന്ന കാര്യങ്ങളാണ്. ഞാനും ട്രംപും തമ്മിൽ ദിവസവും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ട്രംപ് പറയുന്നത് ട്രംപിന് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയുന്നത് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ട്രംപ് പറയുന്നതിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല, ഞാൻ പറയുന്നതിന് ഉത്തരം പറയേണ്ട കാര്യം ട്രംപിനുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന ഗാസ എന്ന് പറയുന്ന ആ മണ്ണില് ഒരു ഖത്തറുകാരൻ്റെയോ ഒരു ടർക്കിക്കാരൻ്റെയോ ബൂട്ട് നിലത്ത് തൊടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ്, ഒന്നാമത്തെ കാര്യം. 2, അവിടുത്തെ മുഴുവൻ ഹമാസുകാരൻ്റെയും കയ്യിലുള്ള ആയുധം വാങ്ങി നശിപ്പിച്ചു കളയാതെ, ഗാസ പൂർണ്ണമായും ഡീമിലിറ്ററൈസ് ചെയ്യാതെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാൻ പോകുന്നില്ല. ഒരു കല്ല് പോലും അവിടെ അനക്കണമെങ്കിൽ മുഴുവൻ ഹമാസുകാരൻ്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയെടുത്തതിന് ശേഷം മാത്രം, ഗാസ പൂർണ്ണമായും ഡീമിലിറ്ററൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നെതന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിലായിട്ട് സംസാരിക്കുന്നില്ല. തിരക്ക് പിടിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കുന്നു, പ്ലാനുകൾ ഉണ്ടാക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡീമിലിറ്ററൈസേഷനെ സംബന്ധിച്ച് ഇപ്പോഴും ഒന്നും കൃത്യതയോടെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പം നെതന്യാഹു പറയുന്നത്, ഞാനും ട്രംപും തമ്മിലുള്ള സംസാരത്തിൽ ഇവോൾവ് ചെയ്തു വന്നത് 2 തരത്തിൽ ഈ ഡീമിലിറ്ററൈസേഷൻ നടത്താം. ഒന്ന് സമാധാനപൂർണ്ണമായിട്ട് നടത്താം, ഇല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നടത്താം. 2ആയാലും ശരി, ഞങ്ങളിത് ഡീമിലിറ്ററൈസ് ചെയ്തിരിക്കും. സമാധാനപൂർണ്ണം എന്ന് പറഞ്ഞാൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ്, സാധ്യതയില്ലാത്ത കാര്യമാണ്. 2ാമത്തെ കാര്യം അവൻ്റെ ഈ ആയുധം പിടിച്ചു പറിക്കുക എന്നുള്ളതാണ്. അതിന് ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് വരുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഒരു പീസ് കീപ്പറും വേറൊരു രാജ്യത്ത് പോയി ഹമാസ് പോലത്തെ ഒരു ഭീകര സംഘടനയിൽ നിന്ന്
തോക്ക് പിടിച്ചു പറിക്കാൻ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഇസ്രായേൽ തന്നെ ചെയ്യേണ്ടി വരും. വിച്ച് മീൻസ് ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ മുഴുവൻ ബന്ദികളെയും തിരിച്ചു കിട്ടിയാൽ റാഫ ക്രോസിംഗ് തുറക്കാം എന്നുള്ളതായിരുന്നു പ്രോമിസ്. പീസ് പ്ലാനിന്റെ ഭാഗമായി റാഫ ക്രോസിംഗ് ചെറിയ തോതിൽ തുറന്നിരുന്നു. കാരണം പീസ് പ്ലാനിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയനാണ് റാഫ ക്രോസിംഗ്. ഈജിപ്തിലേക്ക് ഗാസയിൽ നിന്ന് കടക്കാനുള്ള വഴിയുടെ പേരാണ് റാഫ ക്രോസിംഗ്. അപ്പോൾ ആളുകൾക്ക് ചികിത്സയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ റാഫ ക്രോസിംഗ് തുറക്കണം. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കും എന്നാണ് പീസ് പ്ലാനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നെതന്യാഹു പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇഷ്ടം പോലെ പോകാൻ പറ്റില്ല, അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോകാം, ആർക്കൊക്കെ വേണമെങ്കിലും ഗാസയിൽ നിന്ന് ഇറങ്ങി ഈജിപ്തിലേക്ക് പോകാൻ നോ പ്രോബ്ലം. പക്ഷെ തിരിച്ചു വരുമ്പോൾ പരമാവധി ഒരു 50 പേരെ ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. ആ കടന്നു വരുന്ന ഓരോരുത്തരെയും അവൻ്റെ നഖം മുതൽ മുടിയുടെ വരെ പരിപൂർണമായും പരിശോധിച്ച ശേഷം മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സമ്മതിക്കുകയുള്ളൂ. കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്.